സച്ചു പ്ലീസ് ഇങ്ങോട്ട് നോക്ക്. നമ്മളായിട്ട് അവളുടെ ഫംഗ്ഷന് ഒരു പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞാ നീ കേൾക്കില്ലേ? ഇതിങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. എന്റെ എല്ലാം എന്റെ മാത്രമാണ്. എന്റെ പെണ്ണിനെ വേറൊരുത്തനും കണ്ട് ആസ്വദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ അത് എനിക്ക് മാത്രമുള്ളതാ. എന്റെ പെണ്ണാ ഈ സച്ചിന്റെ പെണ്ണും. ആ അതെ, ഞാൻ എന്റെ തന്നെയാ. പക്ഷെ ഇത് സമയം സന്ദർഭവും നോക്കണ്ടേ? നമ്മൾ പാലുവിന്റെ നിശ്ചയത്തിന് വന്നിരിക്കുക. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പറയുന്ന കേൾക്ക്. വേണ്ട സച്ചു, വേണ്ട പ്ലീസ്. ആരായി നിൽക്കണേ? അവിടുന്ന് വല്ല ഷോ കാണിച്ച് വന്നപ്പോ ഞാൻ ഓർത്തു നീ വലിയ മറ്റവനാണെന്ന്. ഇതാണോ നീ? ഇത്ര കൊള്ളോടാ നീ? ബെസ്റ്റ് പരമ പൊട്ടൻ വായിലോട്ട് വന്ന് കേറി കൊടുത്തിരിക്കുന്നു. എന്താടാ നിന്റെ വായിൽ നാക്കില്ലേ? നീ ഏതാടാ നായേ? ഓ, അപ്പൊ നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാം. സംസാരിക്കാൻ മാത്രമല്ലടാ, പ്രവർത്തിക്കാനും അറിയാം. ഓ, അതൊക്കെ ഇപ്പൊ എനിക്കറിഞ്ഞിട്ട് എന്തിനാ? എന്തായാലും നിന്റെ കൂടെയുള്ള ഈ ചരക്ക്, അതിനെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. മോൾക്കെന്നെ ഇഷ്ടായോ? ഞാനിവിടെ അങ്ങ് പൊക്കാൻ പോവാ. എന്താ ലുക്ക്, എന്താ ബോഡി. സച്ചു സച്ചു എന്താ? അടിക്കാവനെ. അടിച്ചു പിടിക്കാവനെ. യെസ് ബോസ്. എന്താടിയാനു ഇവിടെ? കണ്ടില്ലേ അടി, നല്ല പൊരിഞ്ഞ അടി. എടി ഇതെന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാ, അതിനിവിടെ പ്രസക്തിയില്ല. എടി മനസാക്ഷി ഇല്ലാത്തവളെ, നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റി മനുഷ്യ സച്ചിയേട്ടനെ. സോറി ബേബി, എനിക്ക് എന്റെ ബോഡി ആവശ്യമുള്ളതാ. ഇനി ഒരു സത്യപരീക്ഷണത്തിന് ഞാനില്ല. മതി സച്ചു, ഇനി തല്ലിയ അവൻ ചത്തുപോകും. എന്റെ പെണ്ണിനെ നോക്കാൻ നിന്റെ ആ കണ്ണിനി പൊങ്ങരുത്, മനസ്സിലായോ? മാനു, നീ ചെവിയിലൊന്നും വിളിക്കോടാ. അവളെ ഞാൻ എന്റെ നോക്കും. ഇത് ആരവിന്റെ വാക്കാ. നായിന്റെ മോനെ ഇങ്ങനെ കിട്ടിയതൊന്നും പോരല്ലേടാ. സച്ചു വാ, മതി വാ പോവാ. എന്റെ പൊന്ന് സച്ചുവേ, ഇങ്ങനൊക്കെ ജലസാവാൻ തുടങ്ങിയ ഇനി മുന്നോട്ടുള്ള ലൈഫൊക്കെ എങ്ങനാന്ന് വെച്ചാ ലൈവായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൂടെ കൊണ്ട് നടക്കണമല്ലോ. നീ എന്നെ കളിയാക്കുവാണോ? എന്താ നിന്റെ പുറപ്പാട്? ഒന്നും വേണ്ട, വേണ്ടാത്ത ചിന്ത ഒന്നും വേണ്ട. മോള് കിടക്കാൻ നോക്ക്. ഈ സച്ചു, ഓ ഞാൻ വഴക്കാം.
എന്താ ചിരിക്കണേ? ഒന്നുമില്ല. ഓ, ചിണുങ്ങാണോ? നിന്റെ ഈ ഫേസാ ഓരോ അമ്മമാരെ നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കാരണം. എന്റെ ഫേസിന് കുറച്ച് ഫാൻസ് കൂടുതലാ. ഓ, ഈ പറയണ ആളിനെന്താ കുറവാണോ? സച്ചു, സച്ചു, എനിക്ക് മായയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവളോട് ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നേ എന്ത് രസമായിരുന്നേനെ. വേണ്ട, അവളിവിടെ വരാതിരിക്കട്ടെ. അതെന്താ സച്ചു അങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞെന്ന്? മായ ഇവിടെ വരേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞത്. ഞാനോ? എപ്പോ? നിനക്ക് തോന്നിയതായിരിക്കും. മിസ്റ്റർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. കിടന്നുറങ്ങു വേണേ. ബൈ ദ ബൈ, ഒരു കിസ് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? കിടക്കടി. എന്റെ നീലേ, ഞാൻ എന്തായി കാണണേ? 1 2 3 4 5 50 സ്റ്റാറ്റസോ? ഈ പിശാശിന് കെട്ടണമെങ്കിൽ കെട്ടിയ പോരെ. കല്യാണം കഴിഞ്ഞിട്ടില്ല, അവളുടെ ഒടുക്കത്തെ ഒരു സ്റ്റാറ്റസ്. കെട്ടിപ്പിടിക്കുന്നു, എടുത്തെറിയുന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഇവിടെ ഒരാൾ കുറെ നാളായിട്ട് മനുഷ്യനെ തിരിഞ്ഞു കൊണ്ട് നോക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു കിസ്. സച്ചുവെന്ന് ഇങ്ങനെ. എന്തു പറ്റി? വെള്ളം വേണം? എനിക്കൊന്നും വേണ്ട. ഓ, ഇയാൾ എന്നെ പെടുത്തുവാണോ? എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള കേൾപ്പില്ല. ഇവനെ ഇങ്ങനെ വിട്ടാ കൊള്ളില്ല. വളക്കണം, വളച്ചൊടിച്ച് കയ്യിലെടുക്കണം. അനു, നിന്റെ ആവനാഴിയിലെ ആ അവസാനത്തെ അസ്ത്രം പുറത്തെടുക്കാൻ സമയമായി. മിസ്റ്റർ സച്ചു, യു ആർ ഡെഡ്. ക്രീം കൂടി പെരട്ടാം, നല്ല സ്മെല്ലിരിക്കട്ടെ. നല്ലതാ. ഈ അനു എന്ന അപ്സരസിനെ കൊതിക്കുന്ന ഒരുപാട് ദേവേന്ദ്രന്മാർ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ അപ്സരസിനെ മിസ്റ്റർ സച്ചു നിങ്ങളെ മതി. എന്നാ മിസ്റ്റർ സച്ചുനോ ഈ അപ്സരസിനെ വേണ്ട. നിങ്ങളുടെ തപച്ചിളക്കാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. നീ എന്താ ഈ വേഷത്തിൽ? കുട്ടി,
എനിക്കറിയാം ഞാനെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനും ആഗ്രഹിക്കാനിട്ടല്ല. എന്റെ മനസ്സ് അതൊന്ന് റെഡി ആയിക്കോട്ടെ. സച്ചുന് എന്താ? നീ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. സച്ചു പോട്ടെ സാരമില്ല. എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. അല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ ഇമ്പോർട്ടന്റ്. അത് സച്ചു എന്നെ ചേർത്ത് പിടിക്കുന്നില്ലേ, എന്നോട് മിണ്ടുന്നില്ലേ, എനിക്കത് മതി ഈ ജീവിതകാലം മുഴുവൻ. ചിലപ്പോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നൽ നിനക്കുണ്ടായേക്കാം. അങ്ങനെ തോന്നുവാണെ ക്ഷമിച്ചേക്കണേ. ഞാൻ നിനക്കറിയാവുന്നതിലും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നല്ലതല്ല എന്റെ എക്സ്പ്രഷൻസ് പ്രകടിപ്പിക്കുന്നത്. വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കല്ലേ, നിന്നെ പൊന്നു പോലെ നോക്കാൻ ഞാനുണ്ടല്ലോ. പാവം, ഇതിന് മാത്രം കരയാൻ എന്താ എന്റെ സച്ചുവിനെ വിഷമിപ്പിക്കുന്ന കാര്യം? നീ നേരത്തെ എഴുന്നേറ്റോ? നീ എന്താ കരയുമായിരുന്നു? ഏയ് ഇല്ല. ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണ് അതങ്ങ് വിട്ടേക്ക്. പിന്നെ എന്താ പരിപാടി പറ. ഒന്ന് ചിരിക്കടോ. എന്റെ അനൂട്ടിയെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ ചിരിക്കും. പറയട്ടെ, പറയാൻ പോണോ? പറയാൻ പോണു. എന്റെ മാത്രം അനൂട്ടി, നീ എന്റെ ജീവനാ പെണ്ണെ. ചെറുക്ക രാവിലെ കിടന്ന് ചിണങ്ങാതെ എഴുന്നേറ്റ് വന്നേ. എന്നാലും അവന്റെ അഡ്രസ് കിട്ടിയില്ല. നീ പാറുവിനോട് ചോദിച്ച് അവന്റെ അഡ്രസ് ഒന്ന് തപ്പിയെടുക്കണം. ആവശ്യം വരും. നീ നിർത്താൻ പ്ലാനില്ല അല്ലേ? എന്റെ പെണ്ണിനെ നോക്കി അവന്റെ പേരും വട്ടപ്പേരും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. എന്റെ പൊന്ന സച്ചു, എനിക്ക് കുറച്ചു കാലമെങ്കിലും നിന്റെ കൂടെ സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കോ? മോനെ, മായമോൾ എന്ന് വരും. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. റിയലി? എനിക്ക് കൊതിയാവുന്നു. സച്ചു, നീ കേട്ടോ? അനു നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? ഇതെന്താ ഇപ്പൊ പെട്ടെന്ന്? അത് ചുമ്മാ നമ്മൾ ഇതുവരെ ഒരു യാത്ര പോയിട്ടില്ലല്ലോ. പോവാടോ നമുക്ക്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അത് മായമോള് വരുമ്പോ. അവള് വരുന്നെന്ന് പറഞ്ഞ എന്താ? വാ, നമുക്ക് പോവാം. സച്ചു, നീ എന്താ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ സംസാരിക്കുന്നേ?
ഞാൻ ഇത്ര നാൾ കഴിഞ്ഞ് അവളെ കാണാനിരിക്കുവല്ലേ. അവൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലാതായ അവൾ എന്നെ കാണാനായിരിക്കും ഓടി വരുന്നേ. ഒന്ന് നിർത്തോ. മായ മായ മായ, നിനക്ക് ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവാത്തെ? സച്ചു, എന്താ നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണേ? ആനൂട്ടി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമുക്ക് പോവാം. പോവാം. ഇതിലെന്തോ ഉണ്ട് സച്ചു. നീ മായയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുക. എന്താ? അല്ലെങ്കിൽ അച്ഛൻ അന്ന് പറഞ്ഞതാ എല്ലാം മായ പറയും എന്ന്. അതെന്താ എന്ന് എനിക്ക് അറിയണം. ഡി, നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ? തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ. എന്നാലും ഞാൻ ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്നാ നീ ചാവടി. സച്ചു, നീ എങ്ങോട്ടാ? മോളെ, അനുമോൾ വന്നിട്ടുണ്ട്. ഓ വന്നോ? ഞാൻ കാണാനിരിക്കുമായിരുന്നു. മോളെ രമണാമ്മേ, എനിക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. മായേ, എത്ര നാളായി കണ്ടിട്ട്.